ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് നല്ല ടിപ്സുകളുമായിട്ടാണ്. വീട്ടമ്മമാർക്ക് വളരെ ഉപകാരപ്രദമായ നല്ല ടിപ്സുകളുമായിട്ടാണ്. അപ്പം ഫസ്റ്റ് ടിപ്പെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഗ്യാസ് അടുപ്പിലൊക്കെ എന്തെങ്കിലുമൊക്കെ പൊങ്ങി തൂവത്തില്ലേ, കറിയും അതും ഇതൊക്കെ. അപ്പോൾ അത് നമുക്ക് എങ്ങനെ പെട്ടെന്ന് തന്നെ ക്ലീനാക്കി എടുക്കാം എന്നുള്ള ടിപ്പാണ് ഫസ്റ്റ് ടിപ്പ്. അപ്പോൾ ആ ഭാഗം മാത്രം നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീനാക്കി എടുക്കാൻ വേണ്ടി നമ്മുടെ കയ്യിൽ ആദ്യം കുറച്ച് സോഡാപ്പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ അതൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് വെള്ളം ഒന്ന് തിളച്ച് കൊടുക്കാം. അപ്പോൾ വിനാഗിരിൻ്റെ ആവശ്യമൊന്നുമില്ല. എന്നിട്ട് നമ്മുടെ കയ്യിൽ ഇതേപോലെ വാടിയ നാരങ്ങ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഭാഗം നമുക്ക് ക്ലീനാക്കി എടുക്കാൻ പറ്റും. കണ്ടോ, നമ്മൾ സ്ക്രബ്ബറോ ബ്രഷോ ഒന്നും തന്നെ വേണ്ട. ആ ഭാഗത്ത് ഇതേപോലെ ഒന്ന് തേച്ചിട്ട് നമ്മൾ തുണി വെച്ചൊന്ന് തുടച്ചെടുത്താൽ മതി. അപ്പോൾ ഇതിനായിട്ട് ഞാൻ കുറേ കഷ്ണങ്ങൾ തുണികൾ നമ്മൾ കിച്ചണിൽ ആവശ്യമായിട്ട് പെട്ടെന്ന് ഇതേപോലെ കറിയൊക്കെ ഗ്യാസ് അടുപ്പിലൊക്കെ വീണാൽ തുടച്ചെടുക്കാൻ വേണ്ടി ഞാൻ ഇതേപോലെ നമ്മുടെ കയ്യിൽ പഴയ കോട്ടൺ തുണിയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ഇതേപോലെ നമ്മൾ കഷ്ണിച്ച് വയ്ക്കുക. അപ്പോൾ നമുക്ക് ഇതേപോലെ അത്യാവശ്യം ഇതേപോലെ കറിയൊക്കെ പൊങ്ങി തൂവിയാൽ ടവലൊന്നും ക്ലീനാക്കാൻ നിൽക്കേണ്ട. ടവലൊക്കെ നമ്മൾ കറിയൊക്കെ വീണാൽ പിന്നെ കഴുകിയെടുക്കുന്നതിനൊക്കെ വളരെ പ്രയാസമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ തുടച്ചെടുക്കാൻ വേണ്ടി ഇതേപോലെ കുറച്ച് തുണികൾ നമ്മൾ മുറിച്ച് വെച്ചാൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇതേപോലെ ക്ലീനാക്കി എടുക്കാം. ഇനിയിപ്പോൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ, നമ്മൾ കിച്ചൺ സിങ്ക് എങ്ങനെ നല്ല രീതിയിൽ വെട്ടിത്തിളങ്ങും നമ്മൾ ഇതേപോലെ ഒന്ന് തേച്ചാൽ. സോപ്പോ ബ്രഷോ കാര്യങ്ങളൊന്നും തന്നെ വേണ്ട. അപ്പോൾ കുറച്ച് പേസ്റ്റും, അതേത് പേസ്റ്റാണേലും കുഴപ്പമില്ല. എന്നിട്ട് നാരങ്ങയ്ക്കകത്ത് വാടിയ നാരങ്ങ മതി, കുറച്ച് നീരുണ്ടായിരുന്നാൽ മതി. എന്നിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് നാരങ്ങയിൽ പേസ്റ്റ് തേച്ച് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തും ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കുക. അപ്പം വളരെ ബുദ്ധിമുട്ടി ബലം പ്രയോഗിച്ചൊന്നും തേക്കേണ്ട കാര്യമില്ല. ഇതേപോലെ ഒന്ന് എല്ലായിടത്തും ഒന്ന് വെറുതെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. അപ്പോൾ തന്നെ നമുക്ക് കണ്ടോ, ക്ലീനായി നല്ല വെള്ളി പോലെ തിളങ്ങും. കാരണം പേസ്റ്റ് ആയതുകൊണ്ട് കോൾഗേറ്റ് നല്ല രീതിയിൽ വെളുത്ത് കിട്ടും. കണ്ടോ, അപ്പോൾ ഇതേപോലെ തേച്ച് കൊടുക്കുക. പ്രത്യേകിച്ച് നമ്മുടെ സിങ്കിലൊക്കെ എണ്ണമയം, നമ്മൾ പാത്രങ്ങളൊക്കെ കഴിയതിന് ശേഷം എണ്ണമയൊക്കെ ആയിട്ട് കിടക്കുകയാണെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. സോപ്പോ ബ്രഷോ കാര്യങ്ങളൊന്നും തന്നെ വേണ്ട. എന്നിട്ട് ഇതേപോലെ ഒന്ന് എല്ലായിടത്തും ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് കഴുകി കളയാവുന്നതേ ഉള്ളൂ. ഉണ്ട്, ഒരു പകുതി നാരങ്ങ മാത്രം മതിയാകും ഒരു സിങ്ക് ഫുള്ള് തേച്ച് കഴുകി. പിന്നെ ആ ടാപ്പിലും അത് വെച്ച് തന്നെ ആ ടാപ്പും കൂടെ തേച്ച് കഴുകിയിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, നല്ല രീതിയിൽ തന്നെ വെട്ടിത്തിളങ്ങുന്നുണ്ടോ. അപ്പം നല്ലൊരു സ്മെല്ലുമാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ പേസ്റ്റിൻ്റെ ആ വെള്ളം ഹോളിലോട്ട് പോകുമ്പോഴത്തേനും തന്നെയും അവിടുന്ന് ഊറുമ്പോൾ ചെറിയ പാറ്റകളൊന്നും തന്നെ കയറി വരുത്തതുമില്ല, അതൊക്കെ ചത്തുപോകും. അപ്പോൾ ടാപ്പ് തന്നെ ഉണ്ടോ, നല്ല രീതിയിൽ തന്നെ വെട്ടിത്തിളങ്ങുന്നുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ ഞാൻ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് സിങ്ക് ബ്ലോക്കായാൽ തന്നെയും പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, കുറച്ച് ഹാർപ്പിക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് സ്വല്പം വിനാഗിരിയും കൂടെ ഒഴിച്ച് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് കുറച്ച് ബേക്കിംഗ് പൗഡറും കൂടെ ഇട്ട് കൊടുക്കാം. അത് സോഡാപ്പൊടി ആയാലും കുഴപ്പമില്ല. എന്നിട്ട് നമ്മൾ നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, അതിനകത്തുനിന്നുള്ള പൊടികൾ, അടഞ്ഞിരിക്കുന്ന ബ്ലോക്കായ ചെറിയ വേസ്റ്റുകൾ പുറത്തോട്ട് വരുന്നുണ്ടോ. അപ്പം നല്ല ചൂടുവെള്ളം ഒഴിച്ചപ്പോഴത്തേനും കണ്ടോ, അകത്തുനിന്ന് കുറച്ച് പുറത്തോട്ട് തെള്ളിയിട്ടുണ്ട്. അങ്ങനെയാണ് പെട്ടെന്ന് തന്നെ നമ്മൾ ഹാർപ്പിക്ക് ചൂടുവെള്ളമൊക്കെ ആയിട്ട് ഒഴിക്കുമ്പോഴത്തേനും പെട്ടെന്ന് ആ വേസ്റ്റ് പോയി കിട്ടും, ആ ബ്ലോക്ക് പോയി കിട്ടും. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ചെയ്യണ്ട. അപ്പോൾ വല്ലപ്പോഴുമൊക്കെ ഇതേപോലെ ഒന്ന് അടയുകയാണെങ്കിൽ ഇങ്ങനെയൊന്ന് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എൻ്റെ ഈ ടിപ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് ഉപകാരപ്പെട്ടു എന്ന് കാണുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂട്ടത്തിൽ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസ് നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. അപ്പോൾ ഇനിയും നല്ല ടിപ്സുകൾ കാണുന്നത് വരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.